perform inspection of cam lock, camshaft journals and bearings and cam lock lift. നമസ്കാരം, എൻ്റെ പേര് ജ്യോതിലക്ഷ്മി. ഈ എക്സസൈസിലുടനീളം ഞാൻ നിങ്ങളെ നയിക്കും. ഈ ഡെമോൺസ്ട്രേഷനിൽ ക്യാം ഷാഫ്റ്റിൻ്റെ ജേർണൽ വെയർ, ക്യാം ലോക്ക് ഹൈറ്റ്, എൻഡ് പ്ലേ എന്നിവ എങ്ങനെ പരിശോധിക്കാമെന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നു. ഈ ഡെമോൺസ്ട്രേഷന്റെ അവസാനത്തിൽ നിങ്ങൾക്ക് സാധ്യമാകുന്നു ക്യാം ഷാഫ്റ്റ് വെയർ പരിശോധിക്കാൻ, കാം ഷാഫ്റ്റ് ക്ലിയറൻസ് പരിശോധിക്കാൻ, ആവശ്യമായ ടൂളുകളും ഇൻസ്ട്രുമെന്റുകളും, ട്രെയിനിയുടെ ടൂൾ കിറ്റ് ഒരെണ്ണം, ഔട്ട്സൈഡ് മൈക്രോമീറ്റർ, ഫീലർ ഗേജ് ഒരെണ്ണം, മാഗ്നറ്റിക് ബേസുള്ള ഡയൽ ഗേജ്, ആവശ്യമായ ടൂളുകളും സ്പെയറുകളും, ഡീസൽ എഞ്ചിൻ, ആവശ്യമുള്ള മെറ്റീരിയലുകൾ, ക്ലീനിംഗ് സോൾവെന്റ് ഒരെണ്ണം, കോട്ടൺ ക്ലോത്ത്, ലൂബ് ഓയിൽ. ആദ്യം നമുക്ക് ക്യാം ഷാഫ്റ്റിനെ കുറിച്ചും അതിന്റെ പ്രധാന റോളിനെ കുറിച്ചും പഠിക്കാം. ഒരു ക്യാം ഷാഫ്റ്റ് താരതമ്യേന ഒരു ബേസിക് കോമ്പോണന്റാണ്. റോഡ് അല്ലെങ്കിൽ ഷാഫ്റ്റിന്റെ ഒരു സിമ്പിൾ ലെങ്ത് അതിനോട് ചേർന്ന് ഷേപ്പ് ചെയ്ത ലോബുകൾ സ്ഥാപിച്ചിരിക്കുന്നു. ഒരു മോഡേൺ ഇന്റേർണൽ കമ്പസ്റ്റൻ എഞ്ചിനിൽ അവ വാൽവുകളെ നിയന്ത്രിക്കാൻ പ്രവർത്തിക്കുന്ന സിലിണ്ടർ ബാങ്കുകൾക്ക് നേരെ മുകളിൽ പൊസിഷൻ ചെയ്തിരിക്കുന്നു. പക്ഷേ ഇത് നിർബന്ധമുള്ളതല്ല. ഷാഫ്റ്റിന്റെ മൂവിംഗ് പാർട്ടുകൾ ക്യാമുകളാണ്. ഒരു ക്യാം എന്നത് ഏറ്റവും ലളിതമായ ഒരു മെക്കാനിക്കൽ ലിങ്കിൽ റൊട്ടേഷണൽ മോഷനെ ലീനിയർ മോഷനായും നേരെ തിരിച്ചും ഇത് മാറ്റുന്നു. ഒരു റേഡിയൽ പാറ്റേണിന്റെ റൊട്ടേഷൻ വഴി ക്യാം ഷാഫ്റ്റിലെ ക്യാമുകൾ ഈ ഡിസ്പ്ലേസ്മെന്റ് കൈവരിക്കുന്നു. കൂടാതെ റൊട്ടേഷണൽ ആക്സിസിന് പെർപെൻഡിക്കുലറായി നീങ്ങുന്ന ഒരു ഫോളോവറും ഇതിലുണ്ട്. ഏതൊരു ക്യാം ഷാഫ്റ്റിന്റെയും പ്രധാന ഭാഗങ്ങൾ ലോബുകളാണ്. ക്യാം ഷാഫ്റ്റ് കറങ്ങുമ്പോൾ പിസ്റ്റണിന്റെ ചലനത്തിനൊപ്പം ലോബുകൾ ഇൻടേക്ക്, എക്സ്ഹോസ്റ്റ് വാൽവുകൾ തുറക്കുകയും അടയ്ക്കുകയും ചെയ്യുന്നു. ഒരു എഞ്ചിനിൽ അതിന്റെ സിലിണ്ടർ അറേഞ്ച്മെന്റും വാൽവ് ഓപ്പറേഷനും അനുസരിച്ച് വ്യത്യസ്ത എണ്ണം ക്യാം ഷാഫ്റ്റുകൾ ഉണ്ടാകാം. കാരണം ഒരു സിലിണ്ടർ ബാങ്കിന് ഒരു ക്യാം ഷാഫ്റ്റെങ്കിലും വേണം. അവയുടെ കാലിബ്രേഷൻ ചേംബറിലേക്ക് പ്രവേശിക്കുന്ന എയർ ഫ്യൂവൽ മിക്സ്ചറിന്റെ അളവ് കൃത്യമായി നിയന്ത്രിക്കുന്നു. കൂടാതെ മുൻ ഇഗ്നിഷനിൽ നിന്ന് ചെലവഴിച്ച എക്സ്ഹോസ്റ്റ് ഗ്യാസുകൾ അടുത്ത ചാർജിനായി ചേംബറിൽ നിന്ന് പുറത്തുകടക്കാൻ എത്രത്തോളം കാര്യക്ഷമമായി കഴിയും. എഞ്ചിനുകളിൽ ക്യാം ഷാഫ്റ്റുകളുടെ വിവിധ അറേഞ്ച്മെന്റുകളുണ്ട്. ഏറ്റവും സാധാരണമായ ചിലത്: സിംഗിൾ ഓവർഹെഡ് കാം, ഡബിൾ ഓവർഹെഡ് കാം. ഇനി ക്യാം ലോബ് ഹൈറ്റ് പരിശോധിക്കുന്നതിനുള്ള പ്രൊസീജിയറിലേക്ക് പോകാം. വി ബ്ലോക്കുകൾക്കിടയിൽ ക്യാം ഷാഫ്റ്റ് വയ്ക്കുക. ക്യാം ഹൈറ്റ് വരെ മൈക്രോമീറ്ററിന്റെ മൂവബിൾ തിമ്പിൾ ലൂസ് ചെയ്ത് ക്യാം ലോബിനും ബേസിനും ഇടയിൽ ഇൻസേർട്ട് ചെയ്യുക. ഒരു റാച്ചറ്റ് ഉപയോഗിച്ച് ടൈറ്റ് ചെയ്യുക. റാച്ചറ്റ് നോയിസ് കേൾക്കുമ്പോൾ കറക്കുന്നത് നിർത്തുക. റീഡിംഗുകൾ രേഖപ്പെടുത്തുകയും മാനുഫാക്ചറിന്റെ റെക്കമെൻഡേഷനുമായി റീഡിംഗുകൾ താരതമ്യം ചെയ്യുകയും ചെയ്യുക. അതുപോലെ ക്യാം ഷാഫ്റ്റ് ജേണലിൽ ഒരു ഡയൽ ഗേജ് പ്ലേസ് ചെയ്യുക. ഡയൽ ഗേജിൽ 0 പൊസിഷൻ സെറ്റ് ചെയ്യുക. ക്യാം ഷാഫ്റ്റ് പതുക്കെ തിരിക്കുക. ഡയൽ ഗേജിലെ ഡിഫ്ലക്ഷൻ രേഖപ്പെടുത്തുക. ഡയൽ ഗേജ് ഡിഫ്ലക്ഷൻ റീഡിംഗുകൾ ശ്രദ്ധിക്കുകയും മാനുഫാക്ചറിന്റെ റെക്കമെൻഡേഷനുമായി താരതമ്യം ചെയ്യുകയും ചെയ്യുക. റീഡിംഗുകൾ ആക്ച്വൽ റെക്കമെൻഡേഷനുമായി മാച്ച് ചെയ്യുന്നില്ലെങ്കിൽ ക്യാം ഷാഫ്റ്റ് റീപ്ലേസ് ചെയ്യുക. ക്യാം ഷാഫ്റ്റ് ജേർണൽ വെയർ. ജേർണൽ വെയർ അളക്കാൻ ഒരു പ്ലാസ്റ്റിക് ഗേജ് ഉപയോഗിക്കുക. ഹൗസിംഗുകളും ക്യാം ഷാഫ്റ്റ് ജേണലുകളും വൃത്തിയാക്കുക. സിലിണ്ടർ ഹെഡിലേക്ക് ക്യാം ഷാഫ്റ്റുകൾ ഇൻസ്റ്റാൾ ചെയ്യുക. ക്യാം ഷാഫ്റ്റിന്റെ ജേണലിന്റെ ഫുൾ വിഡ്ത്തിലേക്ക് ഗേജിംഗ് പ്ലാസ്റ്റിക്കിന്റെ ഒരു കഷണം വയ്ക്കുക. ക്യാം ഷാഫ്റ്റ് ഹൗസിംഗ് ഇൻസ്റ്റാൾ ചെയ്യുക. സ്പെസിഫിക് ടോർക്ക് ലഭിക്കുന്നതുവരെ 2-3 തവണ ടൈറ്റിംഗ് സീക്വൻസ് ആവർത്തിച്ച് ക്യാം ഷാഫ്റ്റ് ഹൗസിംഗ് ബോൾട്ടുകൾ തുല്യമായും സാവധാനമായും നമ്പറിന്റെ ക്രമത്തിൽ ടൈറ്റ് ചെയ്യുക. ക്യാം ഷാഫ്റ്റ് തിരിക്കരുത്. ഹൗസിംഗ് നീക്കം ചെയ്യുക. പ്ലാസ്റ്റിക് കവറുകളിൽ സ്കെയിൽ ഉപയോഗിച്ച് അതിന്റെ വൈഡസ്റ്റ് പോയിന്റിൽ ഗേജിംഗ് പ്ലാസ്റ്റിക്കിന്റെ വീതി അളക്കുക. ചില എഞ്ചിനുകൾ റോക്കർ ആമിനു പകരം ടാപ്പറ്റുകളും ഷിമ്മും ഉപയോഗിക്കുന്നു. അത്തരമൊരു സാഹചര്യത്തിൽ ടാപ്പറ്റിന്റെ ഡാമേജുകൾ പരിശോധിക്കുകയും
ടാപ്പറ്റ് ഔട്ടറുടെയും സിലിണ്ടർ ഹെഡ് ബോറിന്റെ വലുപ്പവും അളക്കുകയും ചെയ്യുക. ക്ലിയറൻസ് കണക്കാക്കുക. അത് കൂടുതലാണെങ്കിൽ ടാപ്പറ്റും ഷിമ്മും റീപ്ലേസ് ചെയ്യുക. ക്യാം ഷാഫ്റ്റിന്റെ എൻഡ് പ്ലേ പരിശോധിക്കാൻ സിലിണ്ടർ ഹെഡിൽ ക്യാം ഷാഫ്റ്റ് പ്ലേസ് ചെയ്യുക. എല്ലാ ബെയറിംഗ് ക്യാപ്പുകളും പ്ലേസ് ചെയ്യുകയും മാനുഫാക്ചർ നിർദ്ദേശിച്ച പ്രകാരം ശരിയായ ടോർക്ക് വാല്യൂ ഉപയോഗിച്ച് ശരിയായ സീക്വൻസ് ഉപയോഗിച്ച് ടൈറ്റ് ചെയ്യുക. ക്യാം ഷാഫ്റ്റിന് മുന്നിൽ ഡയൽ വയ്ക്കുക. ക്യാം ഷാഫ്റ്റിന് മുന്നിലുള്ള ഡയലിന്റെ കോണ്ടാക്ട് പോയിന്റിൽ ടച്ച് ചെയ്ത് 0 സെറ്റ് ചെയ്യുക. 0 സെറ്റ് ചെയ്യുമ്പോൾ എഞ്ചിന്റെ പിന്നിന്റെ ഡയറക്ഷനിലേക്ക് ക്യാം ഷാഫ്റ്റ് നീക്കുക. 0 സെറ്റിംഗിന് ശേഷം ക്യാം ഷാഫ്റ്റ് മുന്നിലേക്ക് നീക്കി ഡയൽ ഗേജിലെ ഡിഫ്ലക്ഷൻ പരിശോധിക്കുക. വാല്യൂ രേഖപ്പെടുത്തുകയും മാനുഫാക്ചറിന്റെ സ്പെസിഫിക്കേഷനുകൾ പരിശോധിക്കുകയും ചെയ്യുക. നിർദ്ദേശിച്ച വാല്യൂവിനേക്കാൾ ലഭിച്ച വാല്യൂ കൂടുതലാണെങ്കിൽ ത്രസ്റ്റ് പ്ലേറ്റ് മാറ്റുക. നമ്മൾ ഈ എക്സസൈസിന്റെ അവസാനത്തിലെത്തിയിരിക്കുന്നു. അങ്ങനെ ക്യാം ഷാഫ്റ്റിന്റെ ജേർണൽ വെയർ, ക്യാം ലോബിന്റെ ഹൈറ്റ്, എൻഡ് പ്ലേ എന്നിവ പരിശോധിക്കാൻ നമ്മൾ പഠിച്ചു. താങ്കൾക്ക് ഇതിനെക്കുറിച്ച് ഒരു വ്യക്തമായ ധാരണയുണ്ടെന്ന് കരുതുന്നു. നിങ്ങളുടെ ഇൻസ്ട്രക്ടറുടെ സഹായത്തോടെ ഈ എക്സസൈസ് ചെയ്യുക. നന്ദി.